ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടിഷ്യൂ പേപ്പറുകൾ വെച്ച് വളരെ സിമ്പിളായി കുറച്ച് പൂക്കൾ ചെയ്തെടുക്കാം. നമ്മൾ എടുത്തിട്ടുള്ള ടിഷ്യൂ പേപ്പർ നിവർത്തി കൊടുക്കുകയൊന്നും വേണ്ട. ഇതുപോലെ മടക്കി വെച്ച് തന്നെ നമുക്കിതിന് മുകളിൽ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് വരച്ച് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഒരു അടപ്പ് വെച്ച് റൗണ്ട് ഷേപ്പ് ഒന്ന് വരച്ചെടുക്കുകയാണ്. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് സിമ്പിളായി ചെയ്തെടുക്കാൻ പറ്റുന്ന ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് പറ്റുന്നവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വരച്ചെടുത്തത് നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തെടുത്തു. ഒരു ടിഷ്യൂ പേപ്പറിൽ നിന്നും നമ്മൾ ഇതുപോലെ 4 എണ്ണം കട്ട് ചെയ്തെടുത്തു. നമ്മുടെ ഒരു ഫ്ലവറിന് നമുക്ക് ഇതുപോലത്തെ 5 എണ്ണമാണ് വേണ്ടത്. അതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചു. 5 ഇതളുകളുള്ള ഒരു ഫ്ലവറാണ് നമ്മൾ ചെയ്തെടുക്കുന്നത്. പിന്നീട് നമ്മളിവിടെ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ഇതളുകളും എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇതുപോലെ ഒന്ന് മടക്കി കൊടുക്കണം. അതിനുശേഷം നമ്മൾ മടക്കി കൊടുത്തതിൻ്റെ നടുഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്തു. ഇനി നമുക്ക് ഈ ഒരു ഭാഗം ഇവിടേക്ക് ചുരുക്കി എടുക്കണം. ഇപ്പം നമ്മൾ ചെയ്തെടുത്തതുപോലെ അതിൻ്റെ ഈ ഒരു ഭാഗവും നമുക്ക് ചുരുക്കിയെടുക്കണം. ഇപ്പം നമ്മളത് ഇതുപോലെയാണ് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമ്മൾ ഫെവിക്കോളും വെള്ളവും കൂടെ മിക്സ് ചെയ്തെടുത്തത് ഇവിടെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മൾ ചെയ്തെടുക്കേണ്ടത്. ഇപ്പം നമ്മൾ ഫ്ലവറിൻ്റെ ഒരിതൾ ഇതുപോലെ ചെയ്തെടുത്തു. ഒരിതളും കൂടെ എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. നമ്മളത് മടക്കി കൊടുത്തതിന് ശേഷം അതിൻ്റെ നടുഭാഗത്തേക്ക് 2 ഭാഗവും ഇതുപോലെ ചുരുക്കിയെടുക്കണം. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് സിമ്പിളായി ആർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന പൂക്കളാണ്. ഇതുപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള 5 പീസും നമുക്ക് ചെയ്തെടുക്കണം. നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ടിഷ്യൂ പേപ്പറുകളൊക്കെ വെച്ച് ഒരുപാട് ക്രാഫ്റ്റ് വർക്കുകൾ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നതെല്ലാം ഇതുപോലെ ചെയ്തെടുത്തു. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഗ്രീൻ കളർ പേപ്പറാണ്. ഇതിൽ നിന്നും നമുക്ക് ചെറിയൊരു റൗണ്ട് പീസ് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ അതൊന്ന് വരച്ചെടുക്കുകയാണ്. അപ്പോൾ നമ്മുടെ പെയിൻറ്റിൻ്റെ ബോട്ടിൽ വെച്ച് നമ്മൾ ഇതുപോലെ വരച്ചെടുത്തു. അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള ഇതളുകളെല്ലാം നമുക്ക് ഇതിലേക്കാണ് ഒട്ടിച്ചെടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഇതളുകളും ഇതുപോലെ അതിലേക്ക് ഒട്ടിച്ചെടുക്കണം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഇതളുകളെല്ലാം നമ്മൾ ഇതുപോലെ ഒട്ടിച്ചെടുത്തു. ഇതുപോലെയാണ് നമ്മുടെ ഫ്ലവർ നമുക്ക് കിട്ടിയിട്ടുള്ളത്. പിന്നീട് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് കെട്ടുകമ്പിയുടെ പീസുകളാണ്. ഇതിലേക്ക് നമുക്ക് ഗ്രീൻ കളർ പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ നിന്നും ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുകയാണ്. വീതി കുറഞ്ഞൊരു പീസാണ് നമ്മൾ ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും കട്ട് ചെയ്തെടുക്കുന്നത്. നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ ഒരു പീസിൽ നമുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ എടുത്തിട്ടുള്ള കെട്ടുകമ്പിയിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കണം. ടിഷ്യൂ പേപ്പറുകൾ കൊണ്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ക്രാഫ്റ്റ് വർക്കുകളുടെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. കാണാൻ ഇഷ്ടമുള്ളവരൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. വീഡിയോസൊക്കെ കണ്ടു നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇനി നമ്മൾ കമ്പിയുടെ ഈ ഒരു ഭാഗം ഇതുപോലെ ഒന്ന് വളച്ചു കൊടുക്കണം. ഇതുപോലെ വളച്ചെടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇതുപോലെ ഒന്ന് വളച്ചെടുക്കുന്നുണ്ട്. ഇതുപോലെയാണ് നമ്മളത് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലവർ അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കണം. ഫ്ലവർ അതിലേക്ക് നല്ലതുപോലെ ഒന്ന് ഒട്ടിക്കിട്ടുന്നത് വരെ കുറച്ച് സമയം നമ്മളൊന്ന് പിടിച്ചു കൊടുക്കണം. ഇപ്പം നമ്മൾ ഒട്ടിച്ചെടുത്തിട്ടുള്ള ഫ്ലവർ അതിലേക്ക് ഒട്ടിക്കിട്ടിയിട്ടുണ്ട്. ഇതുപോലെ തന്നെ വേറെ 4 പൂക്കൾ കൂടെ നമ്മളിവിടെ ചെയ്തെടുത്തു. സിമ്പിൾ അല്ലേ നമ്മുടെ ഈ പൂക്കൾ ചെയ്തെടുക്കാനായിട്ട്. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള പൂക്കളുടെ എല്ലാം നടുക്കായിട്ട് നമുക്ക് വുളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള വുളൻ ത്രെഡ് നമ്മൾ ചെറുതാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. ഫ്ലവറിൻ്റെ നടുക്കായിട്ട് നമുക്ക് വുളൻ ത്രെഡ് കട്ട് ചെയ്ത് തന്നെ ഒട്ടിച്ചെടുക്കണം എന്നൊന്നുമില്ല. നമ്മുടെ കയ്യിൽ ഗ്ലിറ്റർ ഫോം ഷീറ്റൊക്കെ ഉണ്ടെങ്കിൽ അത് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്തെടുത്ത് ഒട്ടിച്ചെടുത്താലും മതി. അപ്പോൾ നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്ന വുളൻ ത്രെഡ് നമ്മൾ ഇതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഓരോ ഫ്ലവറിൻ്റെയും നടുക്ക് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം അതും കൂടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുക്കാവുന്ന നമ്മുടെ ഇന്നത്തെ ഈ ഒരു ക്രാഫ്റ്റ് ഐഡിയ ഷെയർ ചെയ്യാൻ പറ്റുന്നവരൊക്കെ മാക്സിമം ഷെയർ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ. നിങ്ങളുടെ ഫാമിലിയിൽ ക്രാഫ്റ്റൊക്കെ ഇഷ്ടപ്പെടുന്നവരുണ്ടാവില്ലേ, അവർക്കൊക്കെ വേണ്ടിയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. നമ്മൾ ടിഷ്യൂ പേപ്പറുകൾ വെച്ച് ചെയ്തെടുത്തിട്ടുള്ള ഇന്നത്തെ ക്രാഫ്റ്റ് വർക്കിനെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ബോക്സിൽ പറയണം. ഇപ്പം നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാ പൂക്കളുടെ നടുക്കും നമ്മൾ വുളൻ ത്രെഡ് കട്ട് ചെയ്തത് ഇതുപോലെ ഒട്ടിച്ചു കൊടുത്തു.
നമ്മളിവിടെ വയലറ്റ് കളർ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതാണ് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. ഏത് കളർ വൂളൻ ത്രെഡ് വേണമെങ്കിലും നമുക്ക് കട്ട് ചെയ്ത് ഒട്ടിച്ചെടുക്കാം. ഇനി നമ്മളിവിടെ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളും കൂടെ ചേർത്ത് വെച്ച് നമുക്ക് ഗ്രീൻ കളർ പേപ്പർ ഒന്ന് ചുറ്റി കൊടുക്കണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പീസ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അതിൽ നമ്മൾ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തു. ഇനി നമ്മൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ പൂക്കളും കൂടെ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇതുപോലെ നമ്മളത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചുറ്റി കൊടുക്കാം. ഇപ്പം നമ്മൾ എല്ലാ പൂക്കളും കൂടെ ഇതുപോലെ ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിലേക്ക് വെച്ച് കൊടുക്കാനുള്ള ഇലകൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിവിടെ എടുത്തിട്ടുള്ള ഗ്രീൻ കളർ പേപ്പറിൽ നിന്നും ഒരു പീസ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇതിൽ നിന്നും ഇലകളാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമ്മളത് മടക്കിയെടുത്തു. ഇനി നമ്മൾ ഇലകൾ കട്ട് ചെയ്തെടുക്കുകയാണ്. ഇപ്പം നമ്മൾ അതിലേക്ക് ഒട്ടിച്ചെടുക്കാനുള്ള ഇലകളെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്കതിൽ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം ഓരോ ഇലകളും അതിലേക്കൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാൻ വീണ്ടും പറയുകയാണ്, നമ്മുടെ ചാനലിൽ ഒരുപാട് വെറൈറ്റി ക്രാഫ്റ്റ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്നവർ അതൊക്കെ ഒന്ന് പോയി കണ്ടു നോക്കണേ. ഇനി നമ്മൾ ചെയ്തെടുത്തിട്ടുള്ള ഫ്ലവർ ഇതിനകത്തേക്കാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഇതിൽ നമ്മളൊന്ന് പെയിൻറ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മളിതിലൊന്ന് പെയിൻറ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിത് നല്ലതുപോലെ ഒന്ന് ഉണങ്ങി കിട്ടണം. അതൊന്ന് ഉണങ്ങി കിട്ടിയതിന് ശേഷം നമുക്കതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസൊക്കെ വെച്ച് കൊടുക്കണം. ഇപ്പം നമ്മൾ അതിനകത്തേക്ക് തെർമോക്കോളിൻ്റെ പീസൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മുടെ പൂക്കൾ നമുക്ക് അതിലേക്കൊന്ന് വെച്ച് നോക്കാം. ഇപ്പം നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്ന പൂക്കളെല്ലാം നമ്മൾ ഇതുപോലെ വെച്ച് കൊടുത്തു. ഇനി നമ്മൾ ആ തെർമോക്കോൾ പീസിൻ്റെ മുകളിലായിട്ട് വൂളൻ ത്രെഡ് ചെറുതാക്കി കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം നമ്മളിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിൻ്റെ മുകളിലായിട്ടൊന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കാം. നമ്മൾ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതും കൂടെ ഒന്ന് ഒട്ടിച്ചെടുത്താൽ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് കംപ്ലീറ്റ് ആവും. ഇപ്പം നമ്മളതിൻ്റെ മുകളിലായിട്ട് ഇതുപോലെ വൂളൻ ത്രെഡ് കട്ട് ചെയ്തതെല്ലാം ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്രാഫ്റ്റ് വർക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ്. സിമ്പിളായി നമ്മൾ ടിഷ്യൂ പേപ്പർ കൊണ്ട് ചെയ്തെടുത്തിട്ടുള്ള ഈ പൂക്കൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് തരണേ. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഉടൻ തന്നെ ഇതിലും അടിപൊളിയായിട്ടുള്ള മറ്റൊരു വീഡിയോയുമായി വരാം. ബൈ.